ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കാമക്രുധാദ്യഖിലദോഷമപാസ്യ രാമനാമാക്ഷരാം അമൃതകണൈഹൃദയം നിഷിഞ്ചൻ യഹ സാധ്വനുഗ്രഹപഥേന ദിവം വിവേശ തം നീലകണ്ഠഗുരുപാദമനുസ്മരാമി. വിഗ്രഹേ രാമചന്ദ്രസ്യ വിലയീഭൂതചേതസാ അഹം ബ്രഹ്മേതി വേദാന്ത തത്വബോധസ്വരൂപിണേ വിഭൂതിമാത്രദാനേന സർവാനുഗ്രഹദായിനേ ശ്രീനീലകണ്ഠശിഷ്യായ സത്യാനന്ദായ തേ നമഃ. ഞാൻ ആര്യ വിജയകുമാർ, ചെങ്കൽ സായികൃഷ്ണ പബ്ലിക് സ്കൂളിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പ്രിയപ്പെട്ടവരെ, മാതൃഭൂമിയായ ആർഷഭാരതത്തെയും അവിടെ ഉയർകൊണ്ട മതങ്ങളുടെ മാതാവായ ഹൈന്ദവ ധർമ്മത്തെയും ലോക ജനതയ്ക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ, ആ മഹാസംസ്കൃതിയുടെ നന്മയിലേക്ക് അവരെ ആനയിക്കാൻ ഭാരതാംബയുടെ വീരപുത്രൻ സ്വാമി വിവേകാനന്ദൻ തൻ്റെ വാഗ്വിലാസം കൊണ്ട് ദിഗ്വിജയം നടത്തുന്ന കാലഘട്ടം. ആർത്തിരമ്പുന്ന കടൽ തിരമാലകൾ പോലെ, പ്രചണ്ഡമായി വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ ഭാരതമെന്ന പരമോദ്ധാര ഭൂമിയെ തൻ്റെ മാതൃകധ്വനിയിൽ വിദേശ മണ്ണിൽ വിണ്ണിനൊപ്പം ഉയർത്തിക്കാട്ടിയ ആ ക്ഷാത്ര ബ്രഹ്മ തേജസ്സുകളുടെ സമന്വയ പുരുഷനിൽ വശീകൃതരായവർ എത്രയോ പേർ. വർഷങ്ങൾ നീണ്ടുനിന്ന വൈദേശിക ഭരണത്തിൻ കീഴിൽ ഭൗതികമായി ആധ്യാത്മികമായി ആപൽക്കരമാമിധം അധപ്പതിച്ച് പുണ്യഭൂമിയായ ഭാരതത്തെ മുക്തമാക്കാൻ സ്വാമിജി പല സ്വപ്നങ്ങളും കണ്ടു. ഭാരതത്തിൻ്റെ ആത്മാവ് ആധ്യാത്മികതയിലാണ്. തൻ്റെ പാശ്ചാത്യ പ്രഭാഷണങ്ങളിലെല്ലാം സ്വാമിജി ഈ അടിസ്ഥാനത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് പ്രസംഗിച്ചത്. അമ്മയെ പരമവൈഭവത്തിലെത്തിക്കാൻ സ്വാമിജിയിൽ പല ആശയങ്ങളും പൊന്തി വന്നു. അതിലൊന്നാണ് പാശ്ചാത്യ വ്യക്തികളിൽ സ്വാമിജി കണ്ട കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവും. ഇങ്ങനെയുള്ള ഏതാനും ചിലർ തൻ്റെ മാതൃരാജ്യത്തെ സ്നേഹിക്കാനും സേവിക്കാനും സജ്ജരായി എത്തിയിരുന്നു എങ്കിൽ എന്ന് ആ ദേശസ്നേഹി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരിക്കണം. ആ പ്രാർത്ഥനയെ സാർത്ഥകമാക്കിക്കൊണ്ട് ഭാരതത്തെ സ്നേഹിക്കാനും സേവിക്കാനും മാത്രമല്ല, മാതൃഭൂമിയായി കണ്ട് സ്വീകരിക്കാൻ കൂടി ഈ പുണ്യഭൂവിലേക്ക് കടന്നു വന്ന മഹതിയാണ് മിസ് മാർഗരറ്റ് എലിസബത്ത് നോബൽ. പിൽക്കാലത്ത് ഭഗിനി നിവേദിതയായി ഭാരതത്തിന്റെ ആധ്യാത്മിക ഉണർവിനായി അഹോരാത്രം പ്രവർത്തിച്ച, സന്യാസ ജീവിതം നയിച്ച ആ ത്യാഗമൂർത്തി നമ്മുടെ തലമുറകളെ ശുദ്ധമാക്കാൻ പോന്ന ഉദാത്ത മാതൃകയാണ്. അയർലൻഡിലെ ഭൗതിക ജീവിതത്തിന്റെ മണിമേടകളും പട്ടുകുപ്പായങ്ങളും വലിച്ചെറിഞ്ഞ് ബംഗാളിലെ പരുപരുത്ത യാഥാർത്ഥ്യത്തിലേക്ക് സമർപ്പിതയാകുമ്പോൾ നൂറ്റാണ്ടുകളുടെ അടിമത്തത്താൽ പരീക്ഷീണയായ തൻ്റെ നാടിന് സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു സിംഹികയെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ക്രിസ്തു മതത്തിനും പൗരോഹിത്യ വൃത്തിക്കും പേരുകേട്ട നാടായിരുന്നു അയർലൻഡ്. അവിടെ ഈശ്വരോപാസകരായി ജീവിച്ച് ജോൺ സാമുവലിൻ്റെയും മേരി ഹാമിൽട്ടണിൻ്റെയും മകളായി 1867 ഒക്ടോബർ 28 നീലക്കണ്ണുകളും ചെമ്പൻ തലമുടിയുമുള്ള ഒരു മദാമ കുഞ്ഞായി മിസ് മാർഗരറ്റ് എലിസബത്ത് നോബൽ ജനിച്ചു. ജീവിതത്തെ ഒരു പ്രാർത്ഥനയായി കണ്ട മാതാപിതാക്കൾ, ദൈവമേ, ഞങ്ങളുടെ അരുമക്കുഞ്ഞിനെ ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കുഞ്ഞിനെ മാമോദീസ മുക്കിയ പാതിരി ഇവൾക്ക് കിഴക്കൻ ദിക്കിലേക്ക് സഞ്ചരിക്കാൻ യോഗമുണ്ട് എന്ന് പ്രവചിച്ചിരുന്നു. ക്രിസ്തുമത പ്രചാരണാർത്ഥം നിരവധി മിഷണറിമാർ ഭാരതമടക്കമുള്ള കിഴക്കൻ രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാലത്ത് ഒരു ക്രിസ്തുമത പരിവർത്തകയായി മാർഗരറ്റ് സഞ്ചരിക്കും എന്ന് ആ മാതാപിതാക്കൾ സ്വപ്നം കണ്ടു. തിളക്കമാർന്ന ഒരു ബാല്യം അവൾക്കായി ആ മാതാപിതാക്കൾ സമ്മാനിച്ചു. നിർധനരെയും ദരിദ്രരെയും സേവിച്ചിരുന്ന പിതാവായ സാമുവലിനൊപ്പം മർദ്ദിതരും സാധുക്കളും താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കുഞ്ഞു മാർഗരറ്റും സഞ്ചരിക്കുമായിരുന്നു. അവിടുത്തെ ഭവനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ അവൾ അവളുടെ കുഞ്ഞു കൈകളാൽ അവരെ തലോടി ആശ്വസിപ്പിക്കുകയും സേവനം ചെയ്യുകയും ചെയ്യുമായിരുന്നു.
പക്ഷേ അച്ഛൻ്റെ അകാല മരണം മാർഗരറ്റ് എലിസബത്ത് നോബിളിനെ വല്ലാതെ തളർത്തി. ഇളയ സഹോദരനും സഹോദരിയും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ അവരുടെ തലയിലായി. അച്ഛൻ സാമുവൽ മരണമടയും മുമ്പ് തൻ്റെ പ്രിയ പത്നിയോട് മരണമൊഴി പറഞ്ഞു. നമ്മുടെ മകൾ മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ പിറന്നവളാണ്. അവളുടെ കർമ്മരംഗത്ത് നീ ഒരിക്കലും ഒരു തടസ്സമായി നിൽക്കരുത്. കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്ന ശീലം മാർഗരറ്റിന് ആദ്യകാലം മുതലുണ്ടായിരുന്നു. ചിത്രകല, സംഗീതം, പരിസ്ഥിതി വിജ്ഞാനം തുടങ്ങിയവയായിരുന്നു പ്രധാന വിഷയങ്ങൾ. 17-ാം വയസ്സിൽ അധ്യാപികയായി ജീവിതം ആരംഭിച്ചു. കൗമാര പ്രായത്തിൽ പോലും പാശ്ചാത്യ നാടിൻ്റെ ഭൗതിക സുഖ കാമനകളൊന്നും തന്നെ മാർഗരറ്റിനെ ആകർഷിച്ചിരുന്നില്ല. മാർഗരറ്റ് എലിസബത്ത് നോബിളിൽ നിന്ന് ഹൈന്ദവ ധർമ്മത്തെ നെഞ്ചോട് ചേർത്ത് ഭഗവാന് സമർപ്പിക്കപ്പെട്ട പ്രസാദം പോലെ പരിശുദ്ധയായ ഭഗിനി നിവേദിതയായി ആ യുവതിയെ രൂപീകരിക്കുന്നതിനുള്ള ആദ്യ സംഭവം നടന്നത് അക്കാലത്ത് ഒരു ദിവസമായിരുന്നു. എബനേസർ കുക്ക് എന്ന തൻ്റെ സുഹൃത്ത് അവളെ ലേഡി ഇസബെല്ലിൻ്റെ വീട്ടിൽ ഒരു പ്രഭാഷണം കേൾക്കാനായി ക്ഷണിച്ചു. മാനസികമായി ഒട്ടേറെ ദുഃഖങ്ങൾ അലട്ടിയിരുന്ന നോബിൾ ആ ക്ഷണം സ്വീകരിച്ചു. ഒഴിഞ്ഞു കിടന്ന ഒരു കസേരയിൽ നിശബ്ദയായി അവൾ ഇരുപ്പുറപ്പിച്ചു. അവിടേക്ക് കടന്നു വന്ന കാഷായ വേഷധാരി യോഗിയും ശാന്തനുമായ ആ യുവ പ്രഭാഷകന്റെ വാക്കുകൾ അവളുടെ ചെവിയിലേക്കല്ല, മറിച്ച് ഹൃദയത്തിലേക്കാണ് പതിക്കുന്നതെന്ന് അവൾ അറിഞ്ഞു. നമ്മുടെ സമരം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതാണ്. സന്തോഷമോ ദുഃഖമോ അല്ല നാം തേടുന്നത്, സ്വാതന്ത്ര്യം, പരമമായ സ്വാതന്ത്ര്യം. അതാണ് നാം അന്വേഷിക്കുന്നത്. സർവ്വതും പരിത്യജിക്കുക, പൊതുനിരത്തുകളിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് പറയുക, ഞാൻ ഈശ്വരന് വേണ്ടിയുള്ളതാണെന്ന് പറയൂ. നിങ്ങളിൽ ആരെങ്കിലും അതിന് തയ്യാറുണ്ടോ? മണിമുഴക്കം പോലുള്ള ആ ശബ്ദം, അത് പുറപ്പെടുന്നതോ വിശ്വാസത്തിന്റെ ശക്തനായ ഒരു മാന്ത്രിക മനുഷ്യനിൽ നിന്നും. നമ്മിൽ അന്തർലീനമായി കിടക്കുന്ന സർവ്വ ഈശ്വരീയ ശക്തികളെയും വിളിച്ചുണർത്തുന്ന അദ്ഭുത ഭാഷ. ലേഡി ഇസബെല്ലിന്റെ വീട്ടിലെ ചെറിയ മുറിയിൽ ഇടിമുഴക്കം പോലെ ആ ശബ്ദം മുഴങ്ങി. അത് ഭാരതത്തിന്റെ പ്രിയപുത്രനായ യുവയോഗി സ്വാമി വിവേകാനന്ദന്റേതായിരുന്നു. ആ വാക്കുകൾ മാർഗരറ്റിനെ പിടിച്ചു കുലുക്കി. സർവ്വതും പരിത്യജിച്ചുകൊണ്ട് ഈശ്വര സേവയ്ക്കായി ഇറങ്ങിത്തിരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഈ മഹാത്മാവിന്റെ സേനയിൽ എന്തുകൊണ്ട് താനും ഒരംഗമായി കൂടാ? മാർഗരറ്റ് ചിന്തിച്ചു. അവരുടെ പിൽക്കാല ജീവിതത്തെ മാറ്റിമറിച്ച ചോദ്യമായിരുന്നു അത്. വിവേകാനന്ദ സ്വാമികൾ ഭാരതം വിട്ടുപോന്നിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതിനിടയിൽ എത്രയോ പ്രസംഗവേദികൾ അദ്ദേഹം കീഴടക്കിയിരുന്നു. താൻ ആർജിച്ചിട്ടുള്ള ദിവ്യമായ അറിവ് അത് ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന അനേകായിരം സഹോദരീ സഹോദരന്മാരെ മുന്നിൽ കണ്ടുകൊണ്ട് സ്നേഹപൂർവ്വം പകരുന്ന രീതി. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മഹച്ചിന്തകൾ വളരെ വേഗം തന്നെ സദസ്സിലേക്ക് സംക്രമിക്കും. വിവേകാനന്ദ സ്വാമികൾ സന്നിഹിതനാകുന്ന എല്ലാ വേദിക്ക് മുന്നിലും മാർഗരറ്റ് നിത്യസന്ദർശകയായി. ചർച്ചാവേദികളിലും ചോദ്യോത്തര വേളകളിലും അവർ സജീവമായി. തൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് തന്നെ അലട്ടുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും അവൾക്ക് സ്വാമിജിയിൽ നിന്ന് ലഭിച്ചു. തൻ്റെ ജീവിത ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗമായി അവർ സ്വാമിജിയെ കണ്ടു. ആദരവിൻ്റെയും ഭക്തിയുടെയും മൂർധന്യ ദശയിൽ നിന്ന് തൊഴുകൈകളോടെ അവർ വിവേകാനന്ദ പദകമലങ്ങളിൽ ശിരസ്സു നമിച്ചു. അവർ സ്വയം പരിവർത്തിതയായി. ഇപ്പോൾ പഠനമുറിയിൽ ബൈബിളിനൊപ്പം ഗീതയുമുണ്ട്. ക്രിസ്തുദേവ കഥകളോടൊപ്പം ബുദ്ധദേവ കഥകളുമുണ്ട്. ഉപനിഷത്ത് വിവർത്തനം ഭാരതത്തിൽ നിന്ന് വരുത്തി ആഴത്തിൽ പഠിച്ചു. പഠനത്തിൽ അലസത തോന്നുമ്പോൾ ക്ലൈബ്യം മാസ്മഗമപാർഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ എന്ന ഗീതാവചനം മനസ്സിൽ ഓടിയെത്തും. പ്രാർത്ഥിക്കുക. ഒരു ഉറുമ്പിന്റെ പരദേവനം പോലും ഈശ്വരൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ഗുരുവചനം അവർക്ക് ആവേശം പകരും. ഈ പഠനം അവരെ ചെറിയൊരു പ്രഭാഷകയാക്കി. ഐറിഷ് ആൾക്കാരുടെ ഇടയിൽ ഭാരതീയ ചിന്താധാരയെക്കുറിച്ച് അവൾ വാചാലയായി. പ്രസംഗിക്കുമ്പോൾ മുൻനിരയിൽ തൻ്റെ ഗുരുവായ സ്വാമി വിവേകാനന്ദൻ ഇരിക്കുന്നു എന്ന് അവൾ സങ്കല്പിക്കും. ആ സങ്കല്പം അവളുടെ ഭാഷയ്ക്ക് കൂടുതൽ ശക്തിയേകി.
വിവേകാനന്ദ സ്വാമികൾ 1896 ലണ്ടനിലേക്ക് തിരിച്ചെത്തി. അപ്പോഴേക്കും മാർഗരറ്റ് പരിപൂർണമായി മാറിക്കഴിഞ്ഞിരുന്നു. ഗുരു, ഒരു പുതിയ ജീവിതത്തിന് ഞാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അവർ സ്വാമിജിയെ അറിയിച്ചു. ഒരു പ്രഭാഷണ മധ്യത്തിൽ ഭാരതത്തിന്റെ ദുസ്ഥിതിയെക്കുറിച്ച് സ്വാമി വാചാലനായി. എന്റെ നാടിന്ന് അടിമയാണ്. അജ്ഞതയുടെ കൂരിരുട്ടിൽ തള്ളപ്പെട്ട പാവപ്പെട്ട ഭാരതീയർ. അവർ മഹത്വപൂർണമായ അവരുടെ പഴയ മാതൃരാജ്യത്തിന്റെ വൈഭവകാലം മറന്നുപോയിരിക്കുന്നു. കുട്ടികൾക്ക് പഠിപ്പില്ല, മാതാപിതാക്കൾക്ക് പണമില്ല. എൻ്റെ നാട്ടിലെ സ്ത്രീകളെ ശക്തരാക്കണം. അതിനായി അവർക്ക് ആർഷഭാരത സംസ്കാരത്തിലൂന്നിയ ആധുനിക വിദ്യാഭ്യാസം പകർന്നു നൽകണം. ഞാൻ ഒരു പരിഹാരമാർഗം തേടുകയാണ്, കേടുന്ന ഭാരതാംബയ്ക്കായി. നിശ്ചലമായ സദസ്സിൽ നിന്നും ഒരു ദീർഘനിശ്വാസമുയർന്നു. സ്വാമിജി, ഈശ്വരൻ അനുഗ്രഹിക്കുമെങ്കിൽ ഞാൻ അങ്ങയോടൊപ്പം പ്രയത്നിക്കാം. നമ്മുടെ യത്നങ്ങളെ നമുക്ക് സമന്വയിപ്പിക്കാം. മാർഗരറ്റ് എലിസബത്ത് നോബിളിൻ്റെതായിരുന്നു ആ ശബ്ദം. 1898 വിവേകാനന്ദ സ്വാമികൾ തൻ്റെ വിദേശ ദൗത്യം പൂർത്തിയാക്കി ഭാരതത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുത്തു. മാർഗരറ്റും ഒപ്പം പോകുമെന്നാണ് പലരും കരുതിയത്. എന്നാൽ ഇവൾ കൂടുതൽ പാകപ്പെടേണ്ടതുണ്ടെന്ന് സ്വാമിജി മനസ്സിലാക്കി. കേവലം ഒരു തോന്നലിൽ എടുത്തു ചാടരുതെന്നും എൻ്റെ വാക്കുകളുടെ പുറമോടികളിൽ അവയുടെ പകിട്ടിൽ ആകൃഷ്ടയായി ആടി ഉലയുന്ന മനസ്സുമായി വരരുതെന്നും സ്വാമിജി അവളെ ഉപദേശിച്ചു. തൻ്റെ നാട്ടിലെ കഠിനമായ ചൂട് ശൈത്യ രാജ്യങ്ങളിൽ ജീവിച്ചവർക്ക് താങ്ങാനാവില്ല എന്നും ബ്രിട്ടീഷ് അടിമത്തം അടിച്ചേൽപ്പിച്ച ദുരിതങ്ങളാൽ വെളുത്തവരോട് യാഥാസ്ഥിതികരായ നാട്ടുകാർക്ക് വെറുപ്പുണ്ടാകാമെന്നും ഭാരതത്തിലെ അജ്ഞത, ചൂഷണം, ദാരിദ്ര്യം തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങളോട് പൊരുത്തപ്പെടാൻ വളരെ പ്രയാസമാണെന്നും ഒക്കെ സ്വാമിജി അവളെ ഉപദേശിച്ചു. എന്നാൽ തൻ്റെ യാത്ര തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ മഹാഗുരുവിൽ നിന്നും പുറപ്പെടുന്ന അമൃതവചനങ്ങളുടെ ആധാരശിലയായ വേദങ്ങളെ പ്രസവിച്ച് ഒരു വീരമാതാവിൻ്റെ മടിത്തട്ടിലേക്കാണെന്ന ബോധം അവരെ പിന്തിരിപ്പിച്ചില്ല. സ്വാമിജി എപ്പോഴും പറയാറുള്ള പരമമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയാണിതെന്ന് അവർ ഉറപ്പിച്ചു. അങ്ങനെ 1898 ജനുവരി 28 30-ാം വയസ്സിൽ അവർ ആദ്യമായി ഭാരതത്തിന്റെ മണ്ണിൽ കാലുകുത്തി. ആ പുണ്യഭൂമിയുടെ മണ്ണിൽ കാലുകുത്തി ആ നിമിഷം ആഹ്ലാദത്തോടെ അവൾ പറഞ്ഞു, വിക്ടറി, ആം ഇൻ ഇന്ത്യ. വിദേശാധിപത്യത്തിന് കീഴിൽ വിലപിച്ചു കഴിയുന്ന ഒരു നാട്ടിൽ സാധാരണക്കാരായ നാട്ടുകാർ ഒരു വിദേശകാരിയായ വനിതയെ എങ്ങനെ സ്വീകരിക്കും എന്ന പ്രശ്നം സ്വാമിജിയെ അലട്ടിയിരുന്നു. അതിനാൽ 1898 ജനുവരി 28 മാർഗരറ്റ് ഭാരതത്തിൽ എത്തിച്ചേർന്നുവെങ്കിലും 41 ദിവസത്തിനു ശേഷമാണ് ഒരു സദസ്സിന് സ്വാമിജി അവരെ പരിചയപ്പെടുത്തുന്നത്. യോഗാവസാനം തൻ്റെ വരവിൻ്റെ പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് അവർ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഭാരതത്തിൽ വന്നിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെ സേവിക്കാനാണ്. ജനസേവനം ഒരു ഉപാസനയാക്കിക്കൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ എനിക്ക് ഇവിടെ നിന്ന് എല്ലാം പഠിച്ചു തുടങ്ങണം. ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച്, ആധ്യാത്മികതയെക്കുറിച്ച്, ഹിന്ദു ധർമ്മത്തെക്കുറിച്ച്, അങ്ങനെ എല്ലാം ഒരു ഹിന്ദുവായിട്ടായിരിക്കും ഞാൻ ഈ മണ്ണിൽ ജീവിക്കുക. നിങ്ങൾ എന്നെ സ്വാഗതം ചെയ്തതിൽ ഞാൻ നന്ദിയുള്ളവളാണ്. ശ്രീരാമകൃഷ്ണൻ വിജയിക്കട്ടെ. ഈ നന്ദി പ്രകടനം സകലരുടെയും അകം കുളിർപ്പിച്ചു. അവരുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടു. സദസ്സിന്റെ ഹൃദയം കീഴടക്കാൻ അവർക്ക് അവരുടെ ഹൃദയശുദ്ധി കൊണ്ട് നിഷ്പ്രയാസം കഴിഞ്ഞു. 1898 മാർച്ച് 17 അവരുടെ ജീവിതത്തിലെ ദിവസങ്ങളുടെ രാജാവ് എന്നവർ കുറിച്ചിട്ട ദിവസമായിരുന്നു അത്. ആ ദിവസമായിരുന്നു ശ്രീരാമകൃഷ്ണ പത്നിയായ ശാരദാദേവിയെ അവർ ദർശിച്ച ദിവസം. ആ ഋഷിപത്നി ബാഗ് ബസാറിൽ കഴിഞ്ഞുകൂടുമ്പോഴാണ് 3 വിദേശ വനിതകൾ കാണാൻ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുന്നത്. ശാരദാനന്ദ സ്വാമികൾ അടുത്തുണ്ടായിരുന്നു. വിവേകാനന്ദ സ്വാമികൾ പുറത്തു നിൽപ്പുണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ എൻ്റെ സംരക്ഷണം ആ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ദേഹം ത്യജിച്ചതെന്ന് വിശ്വപൗരനായ സ്വാമി വിവേകാനന്ദൻ പറയുമ്പോൾ ശാരദാദേവിയുടെ മഹത്വം എന്തെന്ന് ഊഹിക്കാൻ മാർഗരറ്റിന് കഴിഞ്ഞു. അവർ അമ്മയെ നമിച്ചു. അമ്മ തൻ്റെ 2 കൈകളും നെറ്റിയിൽ ചേർത്ത് തൊഴുതുകൊണ്ട് പ്രണാമം സ്വീകരിച്ചു. തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നതായി മാർഗരറ്റിന് തോന്നി. അമ്മ നൽകിയ പ്രസാദം സ്വീകരിച്ച് അവർ ഇമ വെട്ടാതെ മാതൃദേവിയെ തന്നെ നോക്കിയിരുന്നു. അവരുടെ ആധ്യാത്മിക സൗന്ദര്യവും പവിത്രമായ ദേഹകാന്തിയും
സ്നേഹനിർഭരമായ പെരുമാറ്റവും മാർഗരറ്റിനെ വല്ലാതെ ആകർഷിച്ചു. നിലത്തിരുന്ന മാർഗരറ്റിലേക്ക് അമ്മയുടെ കണ്ണുകൾ പതിച്ചു. ആ ഒരൊറ്റ നോട്ടത്തിൽ സ്വദേശം, ഭാഷ, മതം അങ്ങനെ എല്ലാം തകർന്നടിഞ്ഞു. അമ്മയും മകളും എന്നൊരൊറ്റ വികാരം മാത്രം അവശേഷിച്ചു. മാർഗരറ്റിനെ സ്വന്തം മകളായി അമ്മ സ്വീകരിച്ചു. 1798 മാർച്ച് 25 സുദിനത്തിൽ തന്റെ പാദങ്ങളിൽ പ്രണമിച്ച മാർഗരറ്റിനെ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിച്ച് വിഭൂതി കൊണ്ട് ശുദ്ധയാക്കി അനേകം കണ്ഠങ്ങളിൽ നിന്ന് വേദമന്ത്രങ്ങൾ ഏകസ്വരത്തിൽ മുഴങ്ങുന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ധന്യമുഹൂർത്തത്തിൽ സമർപ്പിത എന്നർത്ഥം വരുന്ന നിവേദിത എന്ന് മാർഗരറ്റ് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ആ നാമം ആദ്യമായി ഉച്ചരിച്ചതോ ലോകവന്ദ്യനായ സ്വാമി വിവേകാനന്ദ.